വെൽക്കം ടു ഡീപ് റീഡ്സ്. ഞാൻ ദീപ്തി ടെറൻസ്. ഞാനിന്ന് പരിചയപ്പെടുത്തുന്നത് ഗബ്രിയേൽ ഗാർസിയ മാർക്വസ് എഴുതിയിരിക്കുന്ന 100 ഇയേഴ്സ് ഓഫ് സോളിറ്റ്യൂഡ് എന്ന നോവലാണ്. 100 ഇയേഴ്സ് ഓഫ് സോളിറ്റ്യൂഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകാന്തതയുടെ 100 വർഷങ്ങൾ എന്ന് പറഞ്ഞ് മലയാളത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. വിവർത്തനം ആരാണെന്ന് എനിക്ക് ഓർമ്മയില്ല. ഞാൻ ഇപ്രാവശ്യം ഇവിടെ തൃശ്ശൂർ ടൗൺ ഹാളിൽ മാതൃഭൂമിയുടെ പുസ്തകമേളയിൽ അതിൻ്റെ മലയാള വിവർത്തനം കണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ നമുക്ക് ഗബ്രിയേൽ ഗാർസിയ മാർക്വസിൻ്റെ ഏറ്റവും എന്താ പറയുക, ഒരുപാട് ഭാഷകളിലേക്ക് തർജ്ജമ ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു നോവലാണ് ഈ പുസ്തകം. ഇപ്പോൾ ഇതിൻ്റെ സീരീസ് നമുക്ക് നെറ്റ്ഫ്ലിക്സിൽ കാണാനായിട്ട് പറ്റും. സ്പാനിഷിൽ എഴുതിയിട്ട് സബ് ടൈറ്റിൽ ഇംഗ്ലീഷായിട്ടാണ് കാണാൻ പറ്റുന്നത്. ഞാനിപ്പോൾ ഏകദേശം ഒരു 7ാമത്തെ എപ്പിസോഡ് വരെ എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഈ പുസ്തകത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, കൊളംബിയയിൽ ആണ് ഈ ഗാർസിയ മാർക്വസിൻ്റെ ജനനം. അപ്പോൾ സ്പാനിഷ് ലിറ്ററേച്ചർ അല്ലെങ്കിൽ കൊളംബിയൻ അങ്ങനെയുള്ള ഒരു രാജ്യത്തിൻ്റെ ലിറ്ററേച്ചർ ഏറ്റവും മുന്നോടിയായിട്ട് വരാൻ കാരണം ഉള്ള ഒരു വ്യക്തിയാണ് മാർക്വസ്. അപ്പോൾ നോബൽ പ്രൈസ് ജേതാവായ ഇദ്ദേഹത്തിൻ്റെ കൃതികളെല്ലാം സ്പാനിഷിൽ നിന്ന് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടാണ് നമ്മളെല്ലാവരും വായിക്കുന്നത്. നമ്മൾ നല്ലൊരു റീഡറാണ്, ഒരു അവിഡ് റീഡറാണെങ്കിൽ നമ്മൾ എന്തായാലും വായിച്ചിരിക്കേണ്ട കൃതികളുടെ ലിസ്റ്റിൽ നമുക്ക് ഒന്ന് ഈ പുസ്തകമായിരിക്കും. പിന്നെ ലവ് ഇൻ ദ ടൈം ഓഫ് കോളറ. ഇതിൽ എന്താണ് പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ മാജിക്കൽ റിയലിസം എന്നാണ് പറയുക. മാജിക്കൽ റിയലിസം നമ്മുടെ മലയാളത്തിലൊക്കെ എഴുതിയിട്ടുള്ളത് OV വിജയനൊക്കെയാണ്. ഇപ്പോൾ ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ സൽമാൻ റഷ്ദി, പിന്നെ ഗോഡ് ഓഫ് സ്മോൾ തിങ്സിൽ അരുന്ധതി റോയും കുറച്ചൊക്കെ അങ്ങനത്തെ ഒരു ഒരു എഴുത്ത് രീതിയാണ് എഴുതിയിരിക്കുന്നത്. പിന്നെ അങ്ങനെ ഒരുപാട് പേര്, ഇപ്പോൾ എലന ഫെറാണ്ട, അങ്ങനെ കുറേ പേര് മാജിക്കൽ റിയലിസത്തിനെ പറ്റിയിട്ട്, അതായത് അവരുടെ കൃതികൾ അങ്ങനെ ഒരു രീതിയിലാണ് അവർ എഴുതി പോകുന്നത്. അതൊരു ഭയങ്കരമായിട്ടുള്ള അതിഭാവുകത്വവും അല്ലെങ്കിൽ ഭയങ്കരമായി ഇമോഷണൽ ആയിട്ടുള്ള ഒരു രീതിയിലാണ് അവർ പറയുന്നത്. ഇപ്പോൾ മാജിക്കൽ റിയലിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിയാലിറ്റി ആണ് ഇവർ എഴുതുന്നത്. ഇപ്പോൾ ഈ പുസ്തകത്തിൽ തന്നെ പറയുകയാണെങ്കിൽ, ഇപ്പോൾ മെമെ എന്ന് പറഞ്ഞിട്ട്, റെനാറ്റ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പെൺകുട്ടിയുടെ പ്രണയത്തെ പറ്റി പറയുന്നത്. അപ്പോൾ മൊറീഷ്യോ എന്ന് പറഞ്ഞിട്ടുള്ള ആള്, അവർ പ്രണയത്തിനെ അവർ കാണുമ്പോൾ മഞ്ഞ ബട്ടർഫ്ലൈസ് പോവും, ഇങ്ങനെ തലയ്ക്ക് മുകളിലൂടെ പോവുക. അങ്ങനെ നമുക്ക് റിയലായിട്ട് അവരുടെ പ്രണയം ഉണ്ടെങ്കിലും അതിനൊരു എന്താണ് ഒരു അതിഭാവുകത്വം അല്ലെങ്കിൽ ഒരു ഇമോഷണൽ അല്ലെങ്കിൽ ഒരു മാജിക് അവിടെ ക്രിയേറ്റ് ചെയ്യും. പക്ഷേ ഇതിൽ മാജിക് എന്ന് പറയുമ്പോൾ റിയാലിറ്റിയോട് യോജിച്ച് നിൽക്കുന്ന രീതിയിലാണ്, അല്ലാതെ വല്ലാതെ ആളുകളെ ബോറടിപ്പിക്കുന്ന രീതിയിൽ എഴുതിയാൽ അത് ആളുകൾക്ക് ബോറടിക്കും. മീൻസ് അത് എന്തുവായി എഴുതി വെച്ചേക്കുന്ന, റിയാലിറ്റി അവിടെ കിടക്കുന്നു ഇത്. പക്ഷേ ഈ മാർക്വസ് ആയാലും ഈ സൽമാൻ റഷ്ദി അങ്ങനെയുള്ള ആളുകളൊക്കെ അവരുടെ ക്രാഫ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ റിയാലിറ്റി. അപ്പോൾ അവർ എന്ത് ചെയ്യും, ഈ മാജിക്ക് അവർ എഴുതുന്നത് എന്താണ്, കുറച്ചേ ഉള്ളൂ, ഒരു 3-4 സെൻറ്റൻസേ അവർ അതിനകത്തെ പറ്റി എഴുതുള്ളൂ. അപ്പം നമുക്ക് ആ ഇമോഷൻ നമുക്കും കൂടി കിട്ടണം, ആ പ്രണയത്തിൻ്റെ ആയാലും അല്ലെങ്കിൽ പിന്നെ അവർ ചെയ്യുക ഈ പ്രകൃതി നോട് യോജിച്ച് അല്ലെങ്കിൽ ആ ഇലകളുടെ ഒരു മാജിക്കോ അല്ലെങ്കിൽ ആ പ്രകൃതിയുടെ മാജിക്കോ അല്ലെങ്കിൽ ഇപ്പോൾ മഴവില്ലോ അങ്ങനെയൊക്കെ കാണിച്ചിട്ട് ആ ഒരു പ്രകൃതിയുടെ ഒരു മാജിക്കും കൂടി ഇതിനോട് ചേർത്ത് വയ്ക്കുമ്പോൾ ആ റിയാലിറ്റി എന്ന് പറഞ്ഞ ഇതിൽ നമ്മൾ സിനിമകളിലൊക്കെ നമ്മൾ കാണുന്നില്ലേ, ഇപ്പോൾ എന്താണ് കാമുകനും കാമുകിയും ഒക്കെ നടന്നു പോകുമ്പോൾ നമുക്കൊരു ഒരു പ്രത്യേക ഫീല് നമുക്ക് കിട്ടും. അതാണ് ഈ മാജിക്കൽ റിയലിസം. അപ്പോൾ അതാണ് ഈ പുസ്തകത്തിൻ്റെ ഒരു പ്രത്യേകത. മാജിക്കൽ റിയലിസം ഒരുപാട് ആളുകൾക്ക് ഇഷ്ടപ്പെട്ടു തുടങ്ങിയതൊക്കെ ഈ പുസ്തകങ്ങളൊക്കെ വായിച്ചതുകൊണ്ടാണ്. ഇനി ഈ പുസ്തകത്തിൻ്റെ കഥയിലേക്ക് വരികയാണെങ്കിൽ, ഈ ഇത് വരുന്നത് ഹോസെ, ജോസ് എന്നാണ് ഇംഗ്ലീഷിൽ എഴുതുന്നതെങ്കിൽ ഇപ്പോൾ ഹോസെ എന്നാണ് സ്പാനിഷ് ഭാഷയിൽ. ജെ എന്നുള്ളത് ഹ ആണ്. അപ്പോൾ ഹോസെ അർക്കാഡിയോ ബുവന്തിയ, അതിന് പല ഇതുണ്ട്. മീൻസ് സ്പാനിഷ് നമ്മൾ പറയുമ്പോൾ അതിൻ്റെ വ്യത്യാസമുണ്ട്. ബുവന്തിയ എന്ന് പറഞ്ഞ ആളും ഉർസുല ഇഗുറാൻഡ എന്ന് പറഞ്ഞ ഉള്ള 2 പേരാണ്. അപ്പോൾ അവർ ഒരു നാട്ടിൽ ഒരു കസിൻസാണ്. അവർ ഭയങ്കരമായിട്ട് പ്രണയമാണ്, കല്യാണം കഴിക്കുകയാണ്. അപ്പോൾ ആ കല്യാണം കഴിക്കുന്ന അന്ന് ഈ അർസുലയുടെ അമ്മ പറയുകയാണ്, കസിൻസ് കല്യാണം കഴിച്ചാൽ ഉണ്ടാവുന്ന കൊച്ചുങ്ങൾക്ക് പിക്ടെയിൽ, അതായത് ബട്ടക്സിൽ വാലുണ്ടാവും എന്നുള്ളത് പറയുകയാണ്.
അപ്പോൾ അത് മനുഷ്യകുഞ്ഞുങ്ങളായിരിക്കില്ല എന്നുള്ള രീതിയിൽ പറയുമ്പോൾ അതൊരു അന്ധവിശ്വാസമാണ്. പക്ഷേ നമ്മൾ ഇപ്പോഴത്തെ അത് അന്ന് കാലത്ത് അത് അന്ധവിശ്വാസമായിട്ട് പറയുന്നുണ്ടെങ്കിലും ഇന്നത്തെ 2024-25 ഒരേ ബ്ലഡ് ഗ്രൂപ്പുള്ള അല്ലെങ്കിൽ ഒരേ കസിൻസ് തമ്മിൽ കല്യാണം കഴിക്കുമ്പോൾ കുട്ടികൾക്ക് മീൻസ് അങ്ങനെ ഒരു വ്യത്യാസങ്ങൾ കുട്ടികൾക്ക് ഉണ്ടാവാം, റിട്ടാർഡേഷനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവാം എന്നുള്ള ഒരു കാര്യങ്ങൾ ഇപ്പോൾ പ്രൂവ് ചെയ്തു വരുന്നു. പക്ഷെ അന്ന് അതൊരു അന്ധവിശ്വാസമായിട്ടാണ് കണക്കാക്കുന്നത്. അപ്പോൾ അങ്ങനെ അന്ധവിശ്വാസമുണ്ട്. അപ്പോൾ ഇവള് എന്ത് ചെയ്യുന്ന വെച്ചാൽ ഫസ്റ്റ് നൈറ്റ് തൊട്ട് ഒരു പ്രത്യേക തരം അണ്ടർവെയർ പോലെ, അതായത് ഇരുമ്പിൻ്റെ ഒരു അണ്ടർവെയർ പോലെ ഇട്ടിട്ടാണ് അവൾ എടുക്കുന്നത്. അങ്ങനെ ഇവർ തമ്മിൽ ഭയങ്കര സ്നേഹവും, അവർ പരസ്പരം ഭയങ്കര സ്നേഹമാണ്, ഭയങ്കര പ്രണയമാണ് ഇവർ തമ്മിൽ. പക്ഷേ സെക്ഷുവലായിട്ട് ഇവിടെ ഒന്നിനും സമ്മതിക്കുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ അപ്പോൾ ഈ യോസെ ആർക്കാഡിയോ എന്ത് ചെയ്യുന്ന വെച്ചാണെങ്കിൽ മറ്റേ കോഴിപ്പോര് അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ ഉണ്ട്. അപ്പം അങ്ങനെ കോഴിപ്പോര് നടത്തിയിരിക്കുന്നതിൻ്റെ ഇടയിൽ പ്രുഡൻഷ്യോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കൂട്ടുകാരനുമായിട്ടുള്ള ഒരു ഫൈറ്റിൽ പ്രുഡൻഷ്യോ പറയുകയാണ്, ആ കോക്കനെ കൊണ്ട് നിൻ്റെ ഭാര്യയുടെ അടുത്തേക്ക് വിട്, അങ്ങനെയെങ്കിലും മീൻസ് കളിയാക്കാന്ന്. അതായത് 7-8 മാസമായിട്ടും അവൾക്ക് ഈ അർസുലയ്ക്ക് വിശേഷമോ അങ്ങനെ കാര്യങ്ങളൊന്നുമില്ല എന്നുള്ള ഒരു ഇതിലൊരു കളിയാക്കിയിട്ട് പറയുകയാണ്. അപ്പോൾ പറയുമ്പോൾ ആൾക്കാരൊക്കെ ഇത് കേട്ടതിൻ്റെ പേരിൽ യോസെ ആർക്കാഡിയോ പറയുകയാണ്, നിനക്ക് ഇഷ്ടമുള്ളൊരു വെപ്പൺ എടുത്തിട്ട് വരിക, നമ്മൾ തമ്മിൽ ദ്വന്ദ്വയുദ്ധം ഡ്യുവൽ നടത്താൻ പോവുകയാണെന്ന്. അങ്ങനെ ഇവൻ പോയിട്ട് ഒരു കുന്തം പോലത്തെ ഒരു സാധനം എടുത്തിട്ട് വന്നിട്ട് ആ യുദ്ധത്തിൽ പ്രുഡൻഷ്യോൻ്റെ കഴുത്തിൽ എറിഞ്ഞിട്ട് ആ പ്രുഡൻഷ്യോ മരിക്കുകയാണ്. അപ്പോൾ അവിടുത്തെ ആ നാട്ടിലെ ഗവൺമെൻറ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ പറയും, ഇങ്ങനെ ഒരു 2 ആണുങ്ങൾ തമ്മിലുള്ള ഓണർ എന്ന് പറഞ്ഞാൽ 2 ആണുങ്ങളുടെ രോഷം അതൊക്കെ വന്നിട്ടുണ്ടായതാണ്. അതുകൊണ്ട് ഈ ജോസെ ആർക്കാഡിയോ തെറ്റുകാരനല്ല എന്ന് പറയും. പക്ഷെ നഷ്ടമായത് ഈ പ്രുഡൻഷ്യോൻ്റെ ഭാര്യയ്ക്കും കുട്ടികൾക്കൊക്കെയാണ്. അപ്പോൾ അങ്ങനെ ഇവർ തിരിച്ച് ഇവരുടെ വീട്ടിലേക്ക് വന്ന് സാധാരണ ജീവിതം തുടങ്ങുന്നതിന് മുന്നേ യോസെ ആർക്കാഡിയോ പറയും, ഇനി നമുക്കുണ്ടാവുന്നത് ഇഗ്വാനെ ആയാലും കുഴപ്പമില്ല, ഞാനതിനെ വളർത്താൻ തയ്യാറാണ് എന്ന് കരുതി ഇനി നമ്മൾ തന്നെ കളിയാക്കിയിട്ട് വേറൊരാളും മരിക്കാൻ ഞാൻ സമ്മതിക്കില്ല എന്നുള്ള രീതിയിൽ യോസെ ആർക്കാഡിയോ കട്ടായം പറയുമ്പോഴാണ് അവർ തമ്മിൽ സെക്ഷുവലായിട്ടുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അപ്പോൾ പക്ഷേ അവർ സ്നേഹിച്ച് ജീവിക്കുന്നതിൻ്റെ ഇടയിൽ ഈ പ്രുഡൻഷ്യോൻ്റെ പ്രേതം അവരുടെ വീട്ടിൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇവർക്കത് കാണാം. അപ്പോൾ അതാണ് ഞാൻ പറയുന്നത്, ഈ മാജിക്കൽ റിയലിസം. ഇതിലിപ്പോൾ അവർ കാരണം ഒരാൾ മരിച്ചു, കുറ്റബോധവും കാര്യങ്ങളും ഒക്കെ വെച്ചിട്ടാണ് ഈ അവരുടെ ആ തോന്നൽ. അപ്പോൾ ഇവരായി ആ ഗോസ്റ്റിനെ കാണുന്നുണ്ട് എന്നുള്ളത്. അപ്പോൾ അതൊക്കെയാണ് ഈ പുസ്തകത്തിൻ്റെ മാജിക്കൽ റിയലിസം എന്ന് പറയുന്നത്. അവർ പ്രുഡൻഷ്യോനെ കാണുന്നുണ്ട്, അവർ ഉറങ്ങുന്ന സമയത്തായാലും അവർ ഭക്ഷണ സമയത്തായാലും അയാൾ വന്ന് നിൽക്കുന്നതായിട്ട് തോന്നുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നിൽക്കുമ്പോൾ ഇവർ ഈ നാട്ടിൽ നിന്ന് അവർക്ക് അവിടെ വീട്ടിൽ ജീവിക്കാൻ പറ്റാണ്ടാകുമ്പോൾ ഇവർ നാട് വിട്ട് പോകാൻ തീരുമാനിക്കുകയാണ്. അപ്പോൾ യോസെ ആർക്കാഡിയോ പറയുകയാണ്, നമുക്ക് കടൽ തേടി പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ 2 കൊല്ലം ഇവർ യാത്ര ചെയ്തിട്ട് അതിൻ്റെ ഇടയിൽ അർസുല പ്രസവിക്കുന്നുണ്ട്. അപ്പോൾ പ്രസവിക്കുന്നതിൻ്റെ ഇടയിൽ അത് എഴുതിയേക്കുന്നതിൽ പ്രസവിക്കുന്നതിൻ്റെ ഇടയിൽ ഇവള് പേടിച്ചിട്ടാണ് പ്രസവിക്കുന്നത്. കാരണം അന്ധവിശ്വാസം ഉണ്ടല്ലോ, മറ്റേ പന്നിമാലുണ്ടാവുന്നില്ല. അപ്പോൾ ഇവള് ആ പ്രസവം എടുക്കുന്ന ആ മിഡ് വൈഫ് പോലത്തെ ഒരു ഫ്രണ്ട്സാണ് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും. അപ്പോൾ അവർ പ്രസവിക്കുന്നതിൻ്റെ ഇടയിൽ അവൾ കുഞ്ഞിനെ നോക്കാതെ ആ പെണ്ണിൻ്റെ മുഖത്ത് നോക്കിയിട്ട് ഇങ്ങനെ കണ്ണുകൊണ്ട് ഇങ്ങനെ നോക്കുകയാണ്. അപ്പോൾ ആ പെണ്ണ് തിരിച്ച് കാണിച്ചു കൊടുക്കും. കൊച്ചിൻ്റെ മുഖമല്ല ആദ്യം നോക്കുന്നത്, കുഞ്ഞിൻ്റെ ബട്ടക്സാണ് ആദ്യം കാണുന്നത്. അപ്പോൾ വാലില്ല എന്ന് മനസ്സിലാവുമ്പോഴാണ് അർസുല സമാധാനമായിട്ട് ഇരിക്കുന്നത്. അപ്പോഴാണ് അവൾക്ക് റിലീഫ് വരുന്നത്. അവൾക്ക് അപ്പോൾ അത്രയും പേടിയാണ്. അപ്പം അങ്ങനെ അതൊക്കെ എഴുതി വെച്ചേക്കുന്നത് വായിക്കാൻ വളരെ മനോഹരമായിട്ടുള്ള രീതിയിലാണ് ഇത് എഴുതിയിരിക്കുന്നത്. അങ്ങനെ 2 കൊല്ലം യാത്ര ചെയ്ത് ഇവരൊക്കെ വയ്യാതെ. അപ്പോൾ ഈ യോസെ ആർക്കാഡിയോ പോകുമ്പോൾ യോസെ ആർക്കാഡിയോയുടെ കൂടെ കുറേ ഫ്രണ്ട്സും ഫാമിലിയും പോകുന്നുണ്ട്. അങ്ങനെ ഇവരൊരു സ്ഥലത്ത് നോക്കുമ്പോൾ ഒരു ചുറ്റും ചതുപ്പ് നിലവും വെള്ളവുമാണ്, ഒരു റിവർ ഉണ്ട് അവിടെ. അപ്പോൾ ഇവർ വയ്യാതെ ആയപ്പോൾ അർസുല പറയും, നിനക്കെന്താ ഇനിയും കടൽ തേടി പോകണോ എന്നുള്ള ചിന്തയിലാണ് അവിടെ ഒരു സ്വപ്നം പോലെ ആർക്കാഡിയോൻ്റെ മനസ്സിൽ വരികയാണ്. അങ്ങനെ ആർക്കാഡിയോ ആ നാട് മക്കോണ്ടോ എന്ന് പേരിട്ടിട്ട്
അവിടെ താമസിക്കാൻ തോന്നുന്നതാണ്. അപ്പം നമ്മൾ എന്താണ് പറയുന്നത്, മിറർ വാൾസൊക്കെ ഉള്ള ഒരു മനോഹരമായിട്ടുള്ള ഒരു നാടായിട്ട് ഇത് മാറും. നമ്മളിവിടെ ഭയങ്കര ഫ്രീ ആയിരിക്കും, നമ്മളാണ് ഇവിടുത്തെ കാര്യങ്ങൾ ഉണ്ടാക്കുന്നത്. അങ്ങനെ ആ മക്കോണ്ടോയുടെ കഥയാണ് ഈ പുസ്തകത്തിൽ പറയുന്നത്. 100 Years of Solitude എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 7 തലമുറയുടെ കഥ പറയുന്നുണ്ട്. അതിനകത്ത് പറയാ സിവിൽ വാറുകൾ നടത്തുന്നുണ്ട്, പിന്നെ ക്യാപിറ്റലിസം വരുന്നത്, ബനാന കമ്പനി എന്ന് പറഞ്ഞിട്ട് ആ നാട്ടിൽ. അപ്പോൾ ഇവർ ആ നാടിൻ്റെ ഒരു 7 ജനറേഷൻ എന്ന് പറഞ്ഞാൽ തലമുറയുടെ മാറി 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 ഉള്ള കാര്യങ്ങൾ പറയുന്നത്. അപ്പോൾ ബാറിലുണ്ടാവുന്ന കഷ്ടപ്പാടുകളും അങ്ങനെ ഒരുപാട് കാര്യങ്ങളായിട്ട് പറഞ്ഞു പോകുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മളെന്താണ് ഈ പുസ്തകത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, നമ്മൾ നല്ല മനോഹരമായിട്ടുള്ള ഒരു സദ്യ, അത് പച്ചക്കറി സദ്യ ആയാലും നോൺ വെജ് സദ്യ ആയാലും നമ്മളതിൻ്റെ ഓരോ ഐറ്റം എടുത്ത് രുചിച്ചറിഞ്ഞ് അത് ആ രുചി നമ്മുടെ നാവിൻ്റെ തുമ്പിൽ നിന്നിട്ട് നമുക്കൊരു ഒരു സന്തോഷം കിട്ടൂലേ, അത് നമുക്ക് വേറൊരാളോട് പറഞ്ഞ് അല്ലെങ്കിൽ ഇപ്പോൾ പറയാണ് അടപ്രഥമൻ അതിൻ്റെ രുചി നമുക്ക് ഓർമ്മയുണ്ടാവും, നമ്മളുടെ മനസ്സിലുള്ള ആ രുചിയും ചിന്തയും മീൻസ് ആ ഒരു ഫീലിങ്സൊക്കെ നമുക്കത് വേറെ ആളോട് പറയുമ്പോൾ അയാൾക്ക് വേറെ രീതിയിലായിരിക്കും ആ ഫീലിങ്സ് ഉണ്ടായിട്ടുണ്ടാവുക. അതാണ് ഈ പുസ്തകത്തിൻ്റെ പ്രത്യേകത. മാജിക്കൽ റിയലിസവും ആ മക്കോണ്ടോയുടെ ആ വാക്കുകളും ആ എഴുത്തും അതാണ് ഈ പുസ്തകത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. നിങ്ങൾക്ക് കഴിയുമെങ്കിൽ, സാധിക്കുമെങ്കിൽ നിങ്ങൾക്ക് ഇത് മലയാളമോ ഇംഗ്ലീഷോ ഇത് നിങ്ങൾ വായിക്കണം, വായിച്ചിരിക്കേണ്ട ഒരു പുസ്തകമാണ് ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നമ്മൾ ആസ്വദിക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മളിപ്പോൾ ചിലർക്ക് എന്താണ് ശാസ്ത്രീയ സംഗീതം ഇഷ്ടമുള്ളവരുണ്ടാവും, ശാസ്ത്രീയ നൃത്തം ഇഷ്ടമുണ്ടാവും, ചിലർക്ക് അതൊന്നും ഇഷ്ടമില്ല, നാടകങ്ങൾ ഇഷ്ടമുള്ളവരുണ്ടാവും. അപ്പോൾ അത് അവർക്കത് ഇഷ്ടമാണ്, അവരത് ആസ്വദിക്കുകയാണ്. അതുപോലെ തന്നെ ഈ പുസ്തകവും നമ്മൾ രുചിച്ചറിയുക അല്ലെങ്കിൽ അങ്ങനെ നമ്മൾ ആസ്വദിച്ചറിയേണ്ട ഒരു പുസ്തകമാണ്. ഇപ്പോൾ നമ്മൾ ഹാരുക്കി മുറാകാമിയുടെ പുസ്തകം നമ്മൾ വായിക്കുകയാണെങ്കിൽ അതിൻ്റെ ത്രെഡും കാര്യങ്ങളൊക്കെ ഒറ്റ വാചകത്തിൽ പറയാനുള്ള ത്രെഡും കാര്യങ്ങളുള്ളൂ. പക്ഷേ അദ്ദേഹം അത് എന്താണ് വിസ്തരിച്ച് വിപുലീകരിച്ച് ഇങ്ങനെ എഴുതുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ആ പ്രോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആഖ്യാന രീതി വായിക്കാൻ വളരെ മനോഹരമാണ്. അതൊരു നല്ല ഒരു റീഡറാണ്, നന്നായിട്ട് എല്ലാ പുസ്തകങ്ങളും വായിക്കുന്ന ഒരാളാണെങ്കിൽ ആ പുസ്തകം വായിക്കുമ്പോൾ ഒരു സമാധാനവും ഒരു സംതൃപ്തിയും ഒക്കെ കിട്ടുന്ന രീതിയിലാണ് ഈ പുസ്തകം നമുക്കതൊരു ഫീലിംഗ് ആണത്. ഇതൊക്കെയാണ് 100 Years of Solitude എന്ന പുസ്തകം. നിങ്ങൾക്കിത് മലയാളമോ ഇംഗ്ലീഷോ വായിക്കാൻ സാധിക്കുമെങ്കിൽ തീർച്ചയായും ഇത് വായിക്കുക. നിങ്ങളുടെ ലാംഗ്വേജ് നന്നാവും, നിങ്ങളുടെ എന്താ പറയുക ഭാവന നന്നാവും, നിങ്ങളുടെ ഇമാജിനേഷൻ നന്നാവും. അത്രയും മനോഹരമായിട്ടാണ് ഈ പുസ്തകം എഴുതിയിരിക്കുന്നത്. ഇത് മാർക്കേസിൻ്റെ ഒരുവിധം എല്ലാ പുസ്തകങ്ങളും ഇങ്ങനെ തന്നെയാണ്, നല്ലതാണ്. അപ്പോൾ ഇത് മിനിമം ഒരു പുസ്തകമെങ്കിലും മാർക്കേസിൻ്റെ വായിക്കാൻ പറ്റുമെങ്കിൽ ഇത് വായിച്ചിരിക്കുക. അപ്പോൾ അടുത്തൊരു പുസ്തകവുമായിട്ട് വരുന്നത് വരേക്ക് എല്ലാവർക്കും നന്ദി, നമസ്കാരം.